ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ ലൈഫിൽ പൂർണ്ണമായും സംതൃപ്തരാണോ? ചിലപ്പോൾ പൂർണ്ണമായിട്ടും യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പലരും ഉള്ളതല്ലേ. നമുക്ക് പലതിനോടും നന്ദിയും കടപ്പാടും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ല എന്നതിനെ ചുറ്റിലുള്ള, അല്ലെങ്കിൽ അത് ഇതുവരെയും കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിയും പരിഭവങ്ങളും നമ്മളുടെ ഉള്ളിൽ കാണും. നമ്മുടെ പ്രസന്റ് ലൈഫിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യം നടന്ന് കിട്ടിയാൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടിയാൽ മാത്രമേ എനിക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ, ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും നമ്മളിൽ പലർക്കും വരാറുള്ളത്. കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം എനിക്കൊന്ന് ജീവിതം അടിച്ചു പൊളിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ജോലി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സാലറി കിട്ടിയാലേ എനിക്കതിൽ ഓക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ നന്നായേനെ, എനിക്കൊരു ലോട്ടറി അടിച്ചെങ്കിൽ എൻ്റെ ലൈഫ് അങ്ങ് ബ്യൂട്ടിഫുൾ ആയേനെ, അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയേനെ. ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള സംസാര രീതികൾ നമ്മൾ പറയാറുണ്ട്. പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. ഇന്ന് നമ്മൾ അസംതൃപ്തരാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ലൈഫിൽ നമ്മൾക്ക് തൃപ്തി ഇല്ല എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് നമ്മൾ ഇങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്നതും, ഒപ്പം നമ്മൾ നമ്മളുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമാൻഡും നമ്മൾക്ക് ഇന്നത്തെ ലൈഫിനോട് സംതൃപ്തി ഇല്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അത്തരത്തിൽ ഇനി എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്കതിലേക്ക് ഒരു തൃപ്തിയോ ഒരു ഹാപ്പിനെസ്സോ കൊണ്ടുവരാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് തൃപ്തി ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പ്രപഞ്ചം നമുക്ക് വീണ്ടും തന്നുകൊണ്ടിരിക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്, പക്ഷെ അതേ സമയം തന്നെ നമുക്കില്ലാത്തതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഉള്ളതിൽ നന്ദി പറയുമ്പോഴുള്ള ഇമോഷനേക്കാൾ നമുക്കില്ലാത്തതിനോടുള്ള ഇമോഷനും അല്ലെങ്കിൽ അതിനോടുള്ള ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും പ്രകടിപ്പിക്കുക. അങ്ങനെയുള്ളപ്പോൾ ആ ഇല്ലായ്മകൾ അല്ലെങ്കിൽ അസംതൃപ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ലൈഫിൽ കൂടുതലും ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ വിപരീതമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മാനിഫെസ്റ്റേഷനെ വിപരീതമായി ബാധിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ ഭംഗിയോടെ ആസ്വദിക്കാനും കഴിയാതെ വരും. അപ്പം ഇന്ന് ഇതിനുള്ള ഒരു ബെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതെന്തെങ്കിലും നേടിയെടുക്കാനുള്ളൊരു വഴിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചിന്തയോടെ അത് ചെയ്യാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആത്മാർത്ഥമായി നമ്മളുടെ ഉള്ളിൽ നിന്നുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പറയാൻ ശ്രമിക്കുക. അത് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി വേണം പറയാനും. നമുക്ക് മറ്റൊരു കാര്യങ്ങളുടെയും സ്വാധീനങ്ങൾ ഇല്ലാതെ പ്യുവറായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ നന്ദിയെ വളർത്തിയെടുക്കാൻ ഇന്ന് ഈ പറയുന്നൊരു പ്രാക്ടീസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ അനുഗ്രഹങ്ങളിൽ പൂർണ്ണമായും സംതൃപ്തിയോടൊപ്പം നന്ദി കൂടെ പറയുന്നതിലൂടെ മാത്രമേ നമുക്കൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു സക്സസ് ഒക്കെ ആകർഷിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനും ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും മനോഹരമായിട്ടും നമ്മളിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. അപ്പം അതിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് തന്നെയാണ്. നമുക്ക് രാവിലെ വേണമെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് എഴുതാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റേണ്ട ശീലമാണ്. അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു, അത് സാധിച്ചു കഴിഞ്ഞിട്ട് നിർത്തേണ്ട ഒന്നായിട്ട് ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡിനെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മളൊരു ബുക്ക് ഇതിനായിട്ട് എടുത്താൽ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ എന്തെങ്കിലും, അത് നിങ്ങൾ ഇനിയിപ്പം അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നവരാണെങ്കിൽ ആ സെയിം ബുക്ക് തന്നെ ഇതിനെ യൂസ് ചെയ്യാം. അപ്പം ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ
എഴുതുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഞാനും അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില മോഡിഫിക്കേഷൻസുകളൊക്കെ നമ്മൾ വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ പോലെ മാറ്റണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അതല്ല, ഇതുവരെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ എഴുതി തുടങ്ങിയിട്ടില്ല എങ്കിൽ ഒരു ബെസ്റ്റ് വേ ആയിട്ട് നിങ്ങൾക്കിതിനെ കണക്കാക്കുകയും ചെയ്യാം. എഴുതേണ്ടത് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ എഴുതി വെക്കുക. പക്ഷെ എഴുതി വെക്കേണ്ട ഒരു രീതിയിലാണ് ഇത് വ്യത്യസ്തമാകുന്നത്. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിത് എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ. എത്ര എണ്ണത്തിലൊന്നും ഒരു പരിമിതികളില്ല. ഡെയിലി 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം അല്ലെങ്കിൽ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, അങ്ങനെയൊന്നുമില്ല. എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിത് എഴുതാം. നമുക്ക് നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രസന്റ് ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചിട്ടുള്ള, അങ്ങനെ ഏത് ടെൻസിലുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറിയിലായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, നമ്മളുടെ വ്യക്തിത്വത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയോട് തോന്നുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന്. അതായത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകളിലെ നന്മകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ കൈൻഡ്നെസ് അല്ലേ. അപ്പൊ ഇതിനോടൊക്കെയുള്ള നമ്മളുടെ ഒരു സംതൃപ്തിയും ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ ഡെയിലി പറഞ്ഞിരിക്കണം. അതായത് എൻ്റെ ഒരു സമാധാനശീലത്തിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് വളരെയധികം തൃപ്തിയുണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള എൻ്റെ കഴിവിന് ഞാൻ സംതൃപ്തയാണ്, അതിലെനിക്ക് നന്ദിയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിനോടുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, നമ്മളുടെ ജീവിത രീതികളോട്, ലൈഫ് സ്റ്റൈലിനോട് ഉള്ള നന്ദി പ്രകടിപ്പിക്കൽ. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ ചുറ്റുപാട് എങ്ങനെ ജീവിക്കുന്നു എന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇന്ന് എനിക്കൊരു പുസ്തകം വായിക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ എൻ്റെ ജോലി മനോഹരമായിട്ട് ചെയ്ത് തീർക്കാൻ എനിക്കിന്ന് സാധിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതിനോട് എനിക്ക് നന്ദി പറയാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ഇന്ന് നല്ല ക്വാളിറ്റി ടൈം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഉള്ള നന്ദി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിനോടുള്ള നന്ദി. അതായത് നമ്മളൊരു വ്യക്തി എന്നതിനപ്പുറം നമ്മൾ നമ്മുടെ ചുറ്റുപാടിനോട്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയോട് ഒക്കെ എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുന്നു, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു പ്രാക്ടീസിൽ ഉണ്ടായിരിക്കണം. അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും അത്രയും എണ്ണം നമുക്ക് എഴുതി വയ്ക്കാം. മൂന്നാമതായിട്ട് നമുക്ക് നമ്മളുടെ ലോകത്തോട്, നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തോട്, നമ്മളുടെ നേച്ചറിനോടുള്ള നന്ദി. അതായത് ഇന്നത്തെ കാലാവസ്ഥയോട് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ നല്ല പ്രഭാതത്തിനോട്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയോട്, അല്ലെങ്കിൽ നല്ല മഴ കിട്ടിയതിനോട്, അല്ലെങ്കിൽ തണുത്ത കാറ്റിലൂടെ കിട്ടിയ മനസ്സിൻ്റെ കുളിർമയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഇന്ന് വിരിഞ്ഞ ഒരു പൂവിനോടുള്ള നന്ദി, അത് നിങ്ങൾക്ക് നൽകിയ സന്തോഷത്തിനോടുള്ള നിങ്ങളുടെ സംതൃപ്തിയും നന്ദിയും പറയാം. അങ്ങനെ നമുക്ക് നമ്മുടെ നേച്ചറിനോട്, ഈ ലോകത്തോട്, ഈ പ്രപഞ്ചം നൽകിയ അനുഗ്രഹങ്ങളോട്, നമുക്ക് കിട്ടുന്ന ശുദ്ധവായുവിനോട്, വെള്ളത്തിനോട്, ഈ ഒരു രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ നമുക്ക് നമ്മുടെ നമുക്ക് സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റികൾ, നമ്മളുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം നമുക്ക് ഈ പ്രപഞ്ചത്തോടുള്ള കാര്യങ്ങളോടുള്ള സാറ്റിസ്ഫാക്ഷനും ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡും, ഇത്രയും ഈ 3 കാറ്റഗറി എന്നും എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തണം. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന കാര്യങ്ങളിൽ ഇത് 3 ഉൾപ്പെടണം എന്നില്ല. അപ്പം അത് ഉൾപ്പെടുത്തി നമുക്ക് എഴുതാം. അതായത് 3 കൂടെ ഉൾപ്പെടുത്തുമ്പോൾ, ഇപ്പം എൻ്റെ ക്ഷമയോടെ എനിക്കൊരു ജോലി ചെയ്യാനുള്ള കഴിവിൽ ഞാൻ സംതൃപ്തയാണ്, ഈ കഴിവിന് നന്ദി. അതായത് അവിടെ സംതൃപ്തയാണ് എന്നും അതിന് നന്ദിയും പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ സംതൃപ്തയാണ്, ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി. ഇനി സാമൂഹികമായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു അവസരം കിട്ടിയതിന് നന്ദി.
ഇനി നേച്ചർ റിലേറ്റഡ് ആണെങ്കിൽ ഓരോ ദിവസവും എൻ്റെ ചെടികളിൽ വിരിയുന്ന പൂക്കൾ എനിക്ക് ഒത്തിരി അധികം സന്തോഷം തരുന്നുണ്ട്. ഞാനതിൽ സംതൃപ്തയാണ്. ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി. ഈ ഒരു രീതിയിൽ വളരെ നല്ല ഒരു പ്യുവർ ഇൻറ്റൻഷനോട് കൂടി നമ്മൾ നന്ദി എഴുതണം. നമ്മളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ തൃപ്തി പ്രകടിപ്പിക്കുകയാണ്. അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അറിയിക്കുകയാണ്. നമ്മൾ നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രപഞ്ചത്തിനും കൊടുക്കുന്ന കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുള്ളതിനോടെല്ലാം വളരെയധികം സന്തോഷവും സംതൃപ്തിയും നന്ദിയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തിയും സമാധാനവും നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ചെറിയൊരു കാര്യം കിട്ടിയാൽ പിന്നെ നമ്മളതിൽ നല്ല ഹാപ്പി ആവാൻ തുടങ്ങും. ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അത്ര ഓക്കെ ആയിരിക്കില്ല. നമുക്ക് ഹാർഡായിട്ടുള്ള പല സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ സമയം നമ്മളുടെ ലൈഫിലുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഇന്റൻഷ്യലി നമ്മൾ മനഃപൂർവ്വം ഒന്ന് ശ്രദ്ധ കൊണ്ടുവരിക. മൈൻഡിലേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അവയ്ക്ക് മനസ്സുകൊണ്ട് സംതൃപ്തിയും നന്ദിയും അറിയിക്കുക. നെഗറ്റീവ് സിറ്റുവേഷൻസ് എന്താണെങ്കിലും പെട്ടെന്ന് അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ നൽകും. വളരെ ഹെൽപ്ഫുൾ ആണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്കിത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു മൈൻഡിൽ നിന്നും എനിക്കിത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന നിലയിലേക്ക് നമ്മൾ മാറും. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വളരെ ഭാഗ്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മളുടേതായിട്ടുള്ള നന്ദിയും സംതൃപ്തിയുമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ മനോഹരമായ കാര്യങ്ങളെ കൊണ്ടുതരുന്നത് അല്ലേ. അതിനോട് നന്ദിയുള്ളവരാകുന്നതിലൂടെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആകർഷിക്കുന്നത്. അങ്ങനെ ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ട് നാം ഓരോരുത്തരും മാറുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾ ഉറപ്പായും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഏത് തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണെങ്കിലും അത് നമ്മുടെ ലൈഫിൽ വളരെയധികം നന്മകളെ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.